തുടങ്ങി. കുറച്ചു ദിവസമായി മീര വിഷമത്തിലാണ്. അവളുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടനെയും വൈഫിനെയും കാണാൻ പോകുമ്പോഴൊക്കെ അവരെ ഒത്തിരി സ്നേഹിക്കുമായിരുന്നു, ഒത്തിരി ഭക്ഷണവും കഴിക്കാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ കുറച്ചിടെയായി അവരുടെ സ്വഭാവത്തിലെന്തോ മാറ്റം വന്നു. അതുകൊണ്ട് അവളുടെ മനസ്സിന് സുഖമില്ല. എന്തു പറ്റി മോളെ? നീ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്നോട് പറ, ഞാനും നിന്റെ അമ്മയല്ലേ? കല്യാണത്തിന് മുന്നേ ചേട്ടനും ചേച്ചിയെല്ലാം വളരെ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. എന്റെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധയോടെ നോക്കുമായിരുന്നു. എനിക്കൊരു കുറവുമില്ലാതെ നോക്കിയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ. അതുമല്ല, എന്നെ കാണാനും വരാറില്ല. എന്റെ ഫോൺ വിളിക്കുന്നത് കുറവാണ്. ഇപ്പോ ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. എന്നോട് സംസാരിക്കാറ് പോലുമില്ല. എനിക്ക് തോന്നുന്നത് ഇത് നിന്റെ തോന്നലാണെന്നാ. നീ ആദ്യം അവരുടെ കൂടെയല്ലായിരുന്നോ? അപ്പോ നിനക്കത് മനസ്സിലാവില്ലായിരുന്നു. ഇപ്പോ നീ ദൂരെയാണ്, അതുകൊണ്ട് നീ അവരെ കുറിച്ച് കൂടുതൽ ഓർക്കുന്നു. അതുകൊണ്ടാണ് നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല നിന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന്. കുറച്ചു ദിവസം നീ അവിടെ പോയി അവരുടെ കൂടെയൊക്കെ നിക്ക്, എന്നിട്ട് വാ. അങ്ങനെ നിന്റെ മനസ്സിന്റെ വിഷമം എല്ലാം മാറും. നിന്റെ മനസ്സും പിന്നെ സന്തോഷമാകും. താങ്ക് യു അമ്മേ. ഞാൻ എന്തൊക്കെ ആലോചിച്ചെന്ന ഒരു പിടിയില്ല. ഞാൻ നാളെ തന്നെ അങ്ങോട്ട് പോവും. ഒരു കാര്യം ചെയ്യാം, അവരോട് പറയാതെ പോകാം. അവർക്കൊരു സർപ്രൈസ് ആവുമല്ലോ. അടുത്ത ദിവസം സർപ്രൈസ് കൊടുക്കാനായി അവൾ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ പക്ഷെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. എന്ത്? വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. നിഷ ചേച്ചിയും അൽക്ക ചേച്ചിയും എവിടെ പോയിന്ന് തോന്നുന്നു. കുറച്ച് വെയിറ്റ് ചെയ്യാം. ശരി, എന്നൊരു കാര്യം ചെയ്യാം. നിഷ ചേച്ചിയെ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കാം. മീര തന്റെ മൂത്ത ചേച്ചിയെ ഫോൺ വിളിച്ചു നോക്കുന്നു. പക്ഷെ ഫോണേ പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ അയൽവാസി വന്നു. അരേ മീര മോളെ, സുഖമായിരിക്കുന്നു? നമസ്കാരം ആന്റി, ഞാൻ സുഖമായിരിക്കുന്നു. ചേച്ചി എവിടെ പോയെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവരെല്ലാവരും കൂടി ടൂർ പോയിരിക്കുകയല്ലേ. 1 മാസം കഴിഞ്ഞേ വരൂ. നിന്റെ ചേട്ടന്റെ മോൻ ഋഷിയില്ലേ, അവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാ. ഫോറിനിൽ പോയോ? എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. ആ മോനെ വായോ, ചായ ഉണ്ടാക്കി തരാ. ഇല്ല ആന്റി, ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പൊ ഞാൻ പോകുന്നു. നമസ്കാരം ആന്റി. മീരയുടെ മനസ്സിൽ എന്തൊക്കെയോ ആലോചന നടക്കുന്നുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ആലോചിക്കുകയായിരുന്നു. അജയ് ചേട്ടനും വിജയ് ചേട്ടനും പറഞ്ഞു എന്റെ കല്യാണത്തിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നെന്ന്. കല്യാണത്തിന് വേണ്ടി പൈസ ഇല്ലെന്ന്. ആദ്യം അവരുടെ ജോലി ശരിയല്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് എന്റെ കല്യാണം കഴിപ്പിച്ചു. ഇപ്പോ ബർത്ത്ഡേ പാർട്ടിക്ക് വിദേശത്തൊക്കെ പോവാന്ന് പറയുമ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതും ഇവിടെ ഒന്ന് ടൂർ പോകാതെ വിദേശത്തേക്ക് പോകുമെന്ന് പറയുമ്പോ എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറയുക ചെയ്തില്ല. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് അവളെ കണ്ട് അവർ അന്തം വിട്ടു. അല്ല മീര, എന്താ തിരിച്ചു പോന്നെ? നീ ചേട്ടന്റെ കൂടെ താമസിക്കാൻ പോയതല്ലേ? എന്തു പറ്റി മോളെ, നീ എന്താ തിരിച്ചു വന്നത്? ചേട്ടനും ചേച്ചിയും കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വിദേശത്തേക്ക് പോയി. എല്ലാവരും 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരൂ. എന്നെ ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ല 2 ചേട്ടന്മാരും ചേച്ചിമാരും പോലും. ഞാൻ ഇതാ ആലോചിക്കുന്നേ, ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അവരെന്നോട് പറഞ്ഞത് കല്യാണത്തിന് വേണ്ടി പൈസയൊന്നും ഇല്ലായിരുന്നെന്നാണല്ലോ. അതുകൊണ്ടാണ് ഇത്രയും ലോണൊക്കെ എടുത്ത് കല്യാണം നടത്തിയത്. ഞാനിത് നിന്നോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ്. മോളെ, ഇത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അവർക്ക് വിദേശത്തേക്കൊക്കെ പോവാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി? കല്യാണം മുഴുവൻ ഞങ്ങളല്ലേ നടത്തിയത്. അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് നിങ്ങളുടെ ലവ് മാരേജ് കൂടിയല്ലേ. അതുകൊണ്ടാണ് ഞാനും അച്ഛനും ഒന്നും പറയാതിരുന്നത്. അതുമല്ല അമിത്തും. മതി വിമല, ഇനിയും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട. മരുമോൾ ഇപ്പോൾ തന്നെ വിഷമിച്ചിരിക്കുക. ഇനിയും ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന അവളുടെ വിഷമം കൂടുകയുള്ളൂ. സാരമില്ല, മീര ഇവിടുത്തെ മരുമോളാ. ഇനിയും ഇങ്ങനെ സംസാരിക്കണ്ട. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അങ്ങനെ ഇരിക്കുന്ന 1 മാസം ഇവരെ ആരും വിളിക്കുവാനുണ്ടായില്ല. 1 മാസം കഴിഞ്ഞ് ഒരു ദിവസം അവൾ അമിത്തിന്റെ കൂടെ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ വെച്ച് ആ 2 പെങ്ങന്മാരെയും അവൾ കണ്ടു. പക്ഷെ അവർ ഇവരെ മൈൻഡ് ചെയ്യാതെ നടന്നു. അൽക്ക ചേച്ചി നിശ്ചയിച്ചു അല്ലേ അത്? അപ്പോ അവര് വിദേശത്തു നിന്ന് തിരിച്ചു വന്നോ? വന്നിട്ടും എന്നെ വിളിച്ചില്ലല്ലോ. ശരി, വാ, സംസാരിച്ചിട്ട് വരാം. വേണ്ട മീര, അവർക്ക് നിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ വെറുതെ എന്തിനാ അവരെ വിളിക്കുന്നേ? അത് പോട്ടെ. ഇല്ല, അങ്ങനെയൊന്നും പറ്റില്ല. ചോദിച്ചാ അവരുടെ ചേച്ചിമാരല്ലേ, അവരോട് ചോദിക്കേണ്ട കടമ എനിക്കില്ലേ? നിക്ക്, ഞാൻ ചോദിക്കട്ടെ. മീര തന്റെ ചേച്ചിമാരുടെ അടുത്തേക്ക് പോകാൻ നേരം അത് കണ്ട് അവർ മീരയെ ഇഗ്നോർ ചെയ്ത് പോകാൻ തുടങ്ങും. നിഷ ചേച്ചി, അൽക്ക ചേച്ചി, ഇവിടെ. എന്നെ കണ്ടിട്ടും എന്താ കാണാത്ത പോലെ പോയേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, വേണ്ട,
നോക്കൂ, അവര് നിന്നെ കണ്ടു, പക്ഷെ സംസാരിച്ചില്ല. വാ, വീട്ടിലേക്ക് പോകാം. മീര തിരിച്ചു വീട്ടിൽ വന്ന് നടന്നതെല്ലാം അമ്മയോട് പറയുന്നു. എനിക്കും ഇത് കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു. നിന്റെ ചേട്ടനും ചേച്ചിമാരും നിന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? കുറച്ചു ദിവസം നീ വെയിറ്റ് ചെയ്യ്, നോക്കാം അവര് നിന്നെ ഫോൺ വിളിക്കുമോന്ന്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടും അവരുടെ വീട്ടിൽ നിന്ന് ആരും അവളെ വിളിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവളുടെ അമ്മയുടെ കൂടെ കടയിൽ പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് തന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തായ വക്കീൽ ശർമ്മയെ കാണുന്നു. അങ്ങനെ ഈ കാര്യം അവൾ അറിഞ്ഞു. അത് കേട്ട് അവളും അമ്മയും വളരെ ആശ്ചര്യപ്പെട്ടു. എനിക്ക് അതിശയം തോന്നുന്നു മീരമോളെ, നിന്റെ അച്ഛന്റെ സ്വത്ത് വീതിച്ചിട്ട് നിന്റെ സഹോദരന്മാർ നിനക്ക് തന്നില്ലല്ലേ? നിന്റെ അച്ഛൻ 3 വീതിച്ചത്. അദ്ദേഹം എഴുതി വെച്ചതനുസരിച്ച് കുറച്ച് നിന്റെ വിവാഹ ആവശ്യത്തിനും ബാക്കി നിന്റെ പുതിയ വീടിന്റെ ആവശ്യത്തിനും. പക്ഷെ എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, അവരെന്നെ മാറ്റിയിട്ട് എന്റെ സ്ഥാനത്ത് മറ്റൊരു വക്കീലിനെ ഏൽപ്പിച്ചു. അതവരുടെ ഇഷ്ടം. എന്നെ മാറ്റേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ല. എന്നാലും മോളെ, നീ നിന്റെ വീതം എങ്ങനെയെങ്കിലും ചോദിച്ചു വാങ്ങണം. പിന്നെ നിന്റെ അച്ഛൻ്റെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു, നിനക്കും ആ പങ്ക് തരണമെന്ന്. ഞാൻ പറയുന്നത് മോശമാണ്, നിന്റെ സഹോദരന്മാർ 2 പേരും സത്യസന്ധരല്ല, അതാ ഇങ്ങനെ ചെയ്തേ. എനിക്കറിയില്ലായിരുന്നു എന്റെ സ്വന്തം ചേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. വക്കീലങ്കിൾ, എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യൂ. എന്റെ ഭാഗം അവരിൽ നിന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട്. അവരിനി പറയട്ടെ എന്നോട് എനിക്ക് ഭാഗം തരാൻ പറ്റില്ല എന്ന്. എന്നാലും കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ ആ പൈസ അവർക്ക് കൊടുക്കും. ഞാൻ അവരുടെ സ്വന്തം പെങ്ങളല്ലേ. അവരെന്നോട് ജീവൻ വേണമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കില്ലേ? അവരെന്തിനാണ് എന്നോട് ഈ നുണയും കാര്യങ്ങളൊക്കെ പറയുന്നത്? അതെനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. പ്ലീസ് അങ്കിൾ, എനിക്ക് എങ്ങനെയെങ്കിലും ആ പണം കിട്ടണം. ഉറപ്പായും ഞാൻ നിന്നെ സഹായിക്കുന്നതാണ് മോളെ. മീര, നീ വളരെ നല്ല തീരുമാനമാണ് എടുത്തത്. ഞാനും എന്റെ കുടുംബത്തിൽ എല്ലാവരും നിന്റെ ഒപ്പമുണ്ട്. താങ്ക് യു മമ്മി, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വളരെ നല്ലവരാണെന്ന്. നിങ്ങൾ എന്റെ കല്യാണത്തിന്റെ ചെലവൊക്കെ ചെയ്തത് ഇതൊക്കെ ഞാൻ എങ്ങനെ മറക്കും? ഞാൻ എന്റെ അച്ഛന്റെ സ്വത്തിലെ എന്റെ ഭാഗം ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിക്കും. അത് നിങ്ങൾക്ക് തരാം. അതെനിക്ക് വേണ്ടി വിട്ടുപോയതാ. വക്കീൽ ശർമ്മയുടെ ഹെൽപ്പോടുകൂടി മീരയ്ക്ക് മീരയുടെ അച്ഛന്റെ സ്വത്തിൽ നിന്നും അവളുടെ ഭാഗം അവൾക്ക് ലഭിക്കുന്നു. അത് അവളുടെ പേരിൽ എഴുതി വെച്ചതാണ്. പക്ഷെ മീരയ്ക്ക് ഒത്തിരി വിഷമമായി. പൈസയ്ക്ക് വേണ്ടി അവളോട് ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തതിന്. ഇന്നു മുതൽ എനിക്കൊരു ബന്ധവുമില്ല. ഇങ്ങനൊരു പെങ്ങൾ ഉണ്ടെന്ന് മറന്നുപോയി. നീ അങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് തെറ്റുപറ്റി. അതെ മീരെ, പണം കിട്ടാൻ വേണ്ടി ഞങ്ങൾ തെറ്റ് ചെയ്തു. ഇല്ല ചേട്ടാ, ഇതൊത്തിരി വൈകിപ്പോയി. പ്ലീസ്, ഇനി ഒരു ബന്ധവും വേണ്ട നമ്മൾ തമ്മിൽ. താങ്ക് യു ശർമ്മ അങ്കിൾ, താങ്കൾ എനിക്ക് ഒത്തിരി സഹായിച്ചു ചെയ്തു. മീരയുടെ കണ്ണിൽ കണ്ണുനീർ വന്നു. അവൾ എന്നേക്കുമായി ചേട്ടന്മാരിൽ നിന്നും അകന്നു. ഇതാകട്ടെ അവളുടെ ചേട്ടനും ചേച്ചിമാർക്കുമുള്ള അവളിൽ നിന്നുമുള്ള പാഠം. നമുക്ക് നോക്കാം നമ്മളോടൊപ്പം എങ്ങനെ വരാതിരിക്കുമെന്ന്. ഇയാൾ എന്റെ ഭർത്താവാണ്, ഞാൻ അയാളുടെ ധർമ്മപത്നി. നിങ്ങൾക്ക് അയാളെ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്ന് രജനി ഈ ലോകത്തോട് പൊരുതുന്നത് ശിഖണ്ഡിയായ ഭർത്താവിന് വേണ്ടിയാണ്. സാഗറിന്റെ ജന്മത്തിനു മുൻപ് സാവിത്രി രാംപൂർ എന്ന സ്ഥലത്ത് ഭർത്താവ് രമേശിനോടും അമ്മായിയമ്മയോടും കൂടിയാണ് താമസിച്ചിരുന്നത്. സാവിത്രി, നീ ഇതെന്താണ് ചെയ്യുന്നത്? അമ്മായി പറഞ്ഞിട്ട് പോയില്ലേ? ഈ അവസ്ഥയിൽ നീ വിശ്രമിക്ക. ഇക്കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ കേൾക്കുന്നില്ലല്ലോ. അമ്മേ, അതികഠിനമായ വേദന വരുന്നു. എനിക്ക് തോന്നുന്നു മരുമകൾക്ക് പ്രസവവേദന തുടങ്ങിയെന്ന്. രമേശ്, പെട്ടെന്ന് വരൂ, അമ്മായിയെ വിളിച്ചുകൊണ്ട് വരൂ. അമ്മേ, നിങ്ങൾ സാവിത്രിയെ ശ്രദ്ധിക്കുക. ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാം. രമേശ് അമ്മായിയെ വിളിച്ചുകൊണ്ടുവന്നു. അമ്മയും മകനും വെളിയിൽ പ്രതീക്ഷിച്ചു നിന്നു. അപ്പോൾ അമ്മായി വെളിയിൽ വന്നു. അവരുടെ മുഖത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്തു പറ്റി സുശീലേ, നിന്റെ മുഖത്ത് എന്താണ് ഒരു വിഷമം? അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നോ? ഞാൻ എന്ത് പറയാനാണമ്മേ? കഴിഞ്ഞ ജന്മത്തിലെ പ്രവർത്തികളുടെ ഫലമാണോ ഇപ്പോഴത്തെ എന്തെങ്കിലും തെറ്റാണോ എന്നറിയില്ല. നിങ്ങളുടെ മരുമകൾ ഒരു ശിഖണ്ഡിക്കാണ് ജന്മം നൽകിയത്. എന്താണ് നീ പറയുന്നത് സുശീലേ? സാവിത്രി ഒരു ശിഖണ്ഡിക്കാണോ ജന്മം നൽകിയത്? കുഴപ്പമായല്ലോ. ഇനി എന്തുണ്ടാകും അമ്മേ? ഈ ഗ്രാമത്തിൽ മുഖം കാണിക്കാൻ പോലും കഴിയാതെ ആവുമല്ലോ. ഞാൻ ഒരു ശിഖണ്ഡിയുടെ അച്ഛൻ എന്നറിയപ്പെടില്ലേ? ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. അമ്മായി അവിടെ നിന്നും പോയി. രമേശ് ദേഷ്യത്തോടെ അടുത്തു പോയി കുഞ്ഞിന്റെ കഴുത്ത് ഞെരിക്കാൻ തുനിഞ്ഞു. വേണ്ട വേണ്ട, അത് ചെയ്യരുത്. അവൻ എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും എന്റെ മകനാണ്. എന്റെ വയറ്റിൽ ഞാൻ അവന് ജന്മം കൊടുത്തതാണ്. ഇതിനെ കൊല്ലരുത്. എന്റെ കുഞ്ഞിനെ വിടൂ. രമേശ്, നശിച്ച കുഞ്ഞിനെ നശിച്ച അമ്മയോടൊപ്പം തന്നെ വിട്ടേക്ക്. രമേശ് അമ്മയോടൊപ്പം പുറത്തുപോയി. സാവിത്രി അവർ പറഞ്ഞതെല്ലാം കേട്ടു. നോക്കൂ രമേശ്, ഈ കുഞ്ഞിനെ കൈവച്ചാൽ ഗ്രാമം മുഴുവൻ അതൊരു വാർത്തയാകും. രാത്രിയിൽ സാവിത്രി ഉറങ്ങുമ്പോൾ ഈ കുഞ്ഞിനെ ഒഴുകുന്ന നദിയിൽ കളയുക. ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കാൻ സമ്മതിക്കുകയില്ല.
സാവിത്രി തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോയി. എന്നിട്ട് മംഗൽപുരം എന്ന ഗ്രാമത്തിൽ താമസിക്കാൻ തുടങ്ങി. സാവിത്രി ചുമട്ടുതൊഴിൽ എടുത്തുകൊണ്ട് മകൻ സാഗറിനെ വലിയ ആളാക്കി. അവന്റെ ദുർബലത ലോകത്തിൽ നിന്നും ഒളിച്ചുവെച്ചു. സാഗർ പഠിച്ചു വലുതായി അവിടെയുള്ളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. സാഗർ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയി പഠിപ്പിക്കുമായിരുന്നു. അതിലൊരു കുട്ടി രജത്തായിരുന്നു. കുട്ടിയുടെ മൂത്ത സഹോദരി രജനി സാഗറിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ രജനി അവന്റെ അടുത്ത് വരുന്നത് സാഗറിന് ഇഷ്ടമല്ലായിരുന്നു. സാഗർ എന്തിനാണ് എന്നിൽ നിന്ന് അകന്നു പോകുന്നത്? ഞാൻ പട്ടണത്തിലെ പഠിപ്പുള്ള കുട്ടികളെ പോലെ സുന്ദരിയല്ലാത്തത് കൊണ്ടാണോ എന്നെ ഇഷ്ടമല്ലാത്തത്? നീ എന്റെ ഹൃദയം തുറന്നു നോക്കിയാൽ അതിൽ നിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. രജനി, അതിനൊരു കാരണമുണ്ട്. അതെനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നീ എന്നെ പ്രതീക്ഷിക്കരുത്. രജനിക്ക് വളരെ വിഷമം തോന്നി. കുറച്ചു കാലത്തിന് ശേഷം രജനിയുടെ കല്യാണം വിനോദുമായി ഉറപ്പിച്ചു. പക്ഷെ കല്യാണ ദിവസം വിനോദിന്റെ അച്ഛൻ സ്ത്രീധനം ചോദിച്ച് പ്രശ്നമുണ്ടാക്കി. എനിക്ക് കുറച്ച് ദിവസത്തെ അവധി കൂടി തരൂ. വിളവ് വിറ്റിട്ട് ഞാൻ ബാക്കി പൈസ തന്നുകൊള്ളാം. എങ്കിൽ ശരി, ഞങ്ങൾ തിരിച്ചു പൊയ്ക്കോളാം. അങ്ങനെ പറയരുത് ജയകിഷൻ ബാബു. അമ്മയില്ലാതെ എന്റെ കുട്ടികൾ വളരെ വിഷമിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഈ പെൺകുഞ്ഞിനെ ആരും കല്യാണം കഴിക്കില്ല. ഭഗവാനെ ഓർത്ത് കല്യാണം നടത്തണം. ഞാൻ നിങ്ങളുടെ കാലിൽ വീഴാം. അച്ഛാ, എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും അത്യാഗ്രഹികളായ ആൾക്കാരുടെ കാലിൽ വീഴരുത്. അവരുടെ വീട്ടിൽ എനിക്ക് മരുമകളായി പോകണ്ട. അതിനേക്കാൾ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത്. മോനെ വിനോദേ, വരൂ, നമുക്ക് തിരിച്ചു പോകാം. കിഷൻ ബാബു, നിൽക്കൂ. ഇങ്ങനെ ചെയ്യരുത്, നിൽക്കൂ. വരന്റെ ആൾക്കാരെല്ലാം തന്നെ തിരിച്ചുപോയി. വിഷമം സഹിക്കാനാവാതെ രജനി ആത്മഹത്യ ചെയ്യാനായി കിണറ്റിലേക്ക് ചാടി. സാഗർ പെട്ടെന്ന് ഇത് കണ്ടിട്ട് കിണറ്റിലേക്ക് എടുത്തു ചാടി. രജനിയെ പണിപ്പെട്ട് മുകളിലേക്ക് കൊണ്ടുവന്നു. എന്റെ മോളെ, എന്റെ ദൈവമേ, ഇതെന്താണ് ചെയ്യാൻ പോയത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? സാഗർ മോനെ, നീ ഇല്ലാതിരുന്നെങ്കിൽ ഇന്നെന്റെ കുഞ്ഞ്. ചേച്ചി, കണ്ണു തുറക്ക്. എന്തു പറ്റി ചേച്ചി? രജനിയുടെ ജീവൻ രക്ഷപ്പെട്ടു. രജനിയുടെ മനസ്സിൽ സാഗറിനോട് വളരെയധികം ഇഷ്ടം തോന്നി. അവൾ എന്തെങ്കിലും വഴി ഉണ്ടാക്കി സാഗറിന്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. രജനി മോളെ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു അമ്മേ. സാഗറിനെ കാണാനില്ലല്ലോ ഇവിടെ. ഞാനിവിടെ റവയുടെ ഹലുവയുണ്ടാക്കി. സാഗറിന് ഇത് വളരെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. സാഗറിന് മാത്രമാണോ കൊണ്ടുവന്നത്? എനിക്കില്ലേ? ഇല്ല അമ്മേ, നിങ്ങളും കഴിക്കൂ. ഞാൻ വെറുതെ. രജനി, ഇവിടെ സാഗർ, രജനി റവ ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നു. നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ശരി അമ്മേ, ഞാൻ പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണേ. രജനി നാടിച്ച് അവിടെ നിന്നും പോയി. അപ്പോൾ സാഗർ സാവിത്രിയോട് പറഞ്ഞു, രജനിക്ക് എന്നെപ്പറ്റി അറിയില്ല. അവളുടെ ജീവിതം നശിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ എത്ര മനസ്സിലാക്കിയിട്ടും അവൾ എന്നെപ്പറ്റി മനസ്സിൽ വേറെയാണ് വിചാരിക്കുന്നത്. അവൾ എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ശിഖണ്ഡിയാണെന്ന് അവൾക്കറിയില്ല. ഞാനൊരു സാധാരണ മനുഷ്യനെപ്പോലെ അവൾക്ക് യോജിച്ചവനല്ല. സാഗറിന് തോന്നിയിരുന്നു രജനി അവിടെ നിന്ന് പോയി എന്ന്. പക്ഷെ രജനി കഥകിന് പുറകിൽ നിന്ന് എല്ലാം കേട്ടു. അവളുടെ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നതായി തോന്നി. അവളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. രാത്രി മുഴുവനും സാഗറിനെ പറ്റിയാണ് അവൾ ചിന്തിച്ചത്. രാവിലെ എഴുന്നേറ്റ് രജനിയും സാഗറിന്റെ വീട്ടിലേക്ക് പോയി. സാവിത്രിയുടെ കാല് തൊട്ട് വന്ദിച്ചു പറഞ്ഞു, അമ്മേ, നിങ്ങൾ എന്നെ മരുമകളായി സ്വീകരിക്കുമോ? സാവിത്രി, നിനക്ക് സാഗറിനെ പറ്റി ഒന്നും അറിയില്ല. സാഗർ ഒരു... അമ്മേ, ഞാൻ ഇന്നലെ നിങ്ങളും സാഗറും പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. സാഗറിനെ പറ്റി കേട്ടതിനു ശേഷം എനിക്ക് സാഗറിനോട് വളരെയധികം സ്നേഹം തോന്നി. സാഗറിന്റെ ഭർത്താവാകാൻ തികച്ചും യോഗ്യനാണ്. സാഗറിന്റെ മനസ്സ് വളരെ നല്ലതാണ്. എനിക്ക് വേണ്ടി അച്ഛൻ നോക്കിയ വരൻ വളരെ അത്യാഗ്രഹിയാണ്. ചീത്ത മനുഷ്യരെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് സാധാരണ പോലെ ഒരു നല്ല മനസ്സുള്ളവനെ കല്യാണം കഴിക്കുന്നതാണ്. ഞാൻ സാഗറിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ അയാളെ കല്യാണം കഴിച്ചുകൊള്ളാം. നിനക്ക് നല്ലത് വരട്ടെ മോളെ. നീ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. സാഗറിനും സത്യം മനസ്സിലായി. രജനിയുടെ സ്നേഹം മനസ്സിലാക്കി സാഗറും അവളുമായുള്ള കല്യാണത്തിന് തയ്യാറായി. രജനിയുടെ വിവാഹം സാഗറിനൊപ്പം നടന്നു. ഒരു ദിവസം സാവിത്രിയുടെ ഭർത്താവ് ആ ഗ്രാമത്തിലെത്തി. അയാൾ സാവിത്രിയെയും സാഗറിനെയും ഒരു കടയിൽ നിൽക്കുന്നത് കണ്ടു. സാവിത്രിയും സാഗറും വീട്ടിലേക്ക് പോയപ്പോൾ രമേശ് കടക്കാരന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോയ ആ സ്ത്രീ അവളാരാണ്? ആ, അത് സാവിത്രിയാണ്. അവളുടെ മകൻ സാഗർ സ്കൂളിൽ അധ്യാപകനാണ്. ഇപ്പോഴാ വിവാഹം നടന്നത്. ഇതെങ്ങനെ സംഭവിക്കും? എന്റെ മകൻ ഒരു ശിഖണ്ഡിയല്ലേ? ശിഖണ്ഡി എങ്ങനെ ഭർത്താവാകും? തീർച്ചയായും സാവിത്രി അവനൊരു ശിഖണ്ഡിയാണെന്നുള്ള കാര്യം മറച്ചു വച്ചിരിക്കും. ഞാൻ പട്ടണത്തിൽ പോയി അവിടുത്തെ ശിഖണ്ഡികളോട് ഇക്കാര്യം പറഞ്ഞാൽ ഇവനെ വന്ന് കൊണ്ടുപോവുകയും ചെയ്യും. എനിക്ക് കുറച്ച് പൈസയും തരും. എനിക്ക് നല്ല സന്തോഷമാകും. രമേശ് സാഗറിന്റെ അച്ഛനായിരുന്നിട്ട് കൂടി ഇത്രയും കടുത്ത തീരുമാനമെടുത്ത് പട്ടണത്തിൽ പോയി ശിഖണ്ഡികളോട് സാഗറിന്റെ കാര്യം പറഞ്ഞു. 50,000 രൂപയും അവരിൽ നിന്ന് വാങ്ങി. സാഗറിനെ കൊണ്ടുപോകാൻ ശിഖണ്ഡികളെല്ലാം കൂടി ഗ്രാമത്തിലേക്ക് വന്നു. അപ്പോൾ രജനി തന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു.
എല്ലാ ഗ്രാമവാസികളും സത്യമറിഞ്ഞു. നിങ്ങൾ എങ്ങനെ എന്റെ കൂടെ വരാതിരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ അച്ഛന് ഞങ്ങൾ 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. അയാളാണ് നിന്നെപ്പറ്റിയുള്ള സത്യം ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ അച്ഛൻ തന്നെ എനിക്കെതിരെ നിന്നു. നിന്റെ അച്ഛൻ നിനക്കെതിരെ കറുത്ത നിഴലായി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ രക്ഷിച്ചതാണ്. ഈശ്വര, എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ. ശിഖണ്ഡികളുടെ വഴി തടഞ്ഞുകൊണ്ട് രജനി അവിടെ വന്നു. ഈ സ്ത്രീക്ക് ഭ്രാന്താണ്. ഒരു ശിഖണ്ഡിയെ തന്റെ ഭർത്താവെന്ന് വിളിക്കുകയാണ്. ഇയാൾ നമ്മുടെ കൂടെ വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് അനങ്ങില്ല. ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് ഇയാളെ കൊണ്ടുപോകാൻ. ഇതെന്റെ ഭർത്താവാണ്. അയാൾക്ക് അയാളുടെ ഇഷ്ടത്തിന് എവിടെയും താമസിക്കാം. നിങ്ങൾക്കതിൽ ബലപ്രയോഗം നടത്താൻ കഴിയില്ല. നിയമപ്രകാരം ഒരാൾക്ക് എവിടെയും ജീവിക്കാം. ഞാനും സാഗറും സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. ഗ്രാമവാസികൾ രജനിയെ അഭിനന്ദിച്ചു. എല്ലാവരും അവരോടൊപ്പം നിന്നു. ഗ്രാമവാസികൾക്കറിയാം സാഗർ ഒരു നല്ല മനുഷ്യനാണെന്ന്. എല്ലാവരും ചേർന്ന് പൈസ സ്വരൂപിച്ച് ആ ശിഖണ്ഡിയെ ഏൽപ്പിച്ചു. ഞങ്ങൾ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് 50,000 രൂപ ശേഖരിച്ചു തന്നിട്ടുണ്ട്. ഇതിനു ശേഷം നീ ഒരിക്കലും സാഗറിനെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ എന്തിന് ശല്യപ്പെടുത്തണം? ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയല്ലോ. രജനിയെ പോലുള്ള ഒരു ഭാര്യ ആരുടെ കൂടെയുണ്ടോ അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്ക്. എന്റെ ആശീർവാദം നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് പോകാം. നമുക്കിനി പട്ടണത്തിലെത്തണ്ടേ? സാഗർ ഗ്രാമവാസികളോട് നന്ദി പറഞ്ഞു. രജനിയും സാഗറും ചേർന്ന് സാവിത്രിയുടെ കാൽ തൊട്ട് വന്ദിച്ചു. സാവിത്രി മകനെയും മരുമകളെയും കെട്ടിപ്പിടിച്ചു. Thanks for watching.